നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്റേതെന്ന് ഉറച്ചു പറയാൻ പറ്റുന്ന ഒന്ന് നമ്മുടെ അമ്മയാണ്. ആ അമ്മയെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ അത്രമാത്രം സ്നേഹിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യവുമാണ്. കാരണം കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില മനസ്സിലാകാതിരിക്കുകയുള്ളൂ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന അത് എത്രമാത്രമാണ് എന്നത് അനുഭവിച്ചവർ തന്നെ പലരും റീലുകളായിട്ടും ഉപദേശങ്ങളുമായിട്ടൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയം. ഈ ഒരു സമയത്താണ് ഇത്തരത്തിൽ സ്നേഹിക്കപ്പെടേണ്ടുന്ന അമ്മ വയസ്സാം കാലത്ത് സ്വന്തം മകന്റെ കൈകൊണ്ട് ആക്രമിക്കപ്പെടുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. അതായത് അമ്മയോടുള്ള തീരാത്ത പക, അമ്മയെ അയാൾ നോക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വസ്ഥമായിട്ട് ജീവിക്കുകയായിരുന്ന ആ അമ്മയെ ആ അമ്മയുടെ വീട്ടിലേക്ക് കയറി ചെന്ന് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു മകൻ എത്തിയിരിക്കുന്നു. ഇതൊന്നും അങ്ങ് കേരളത്തിന് പുറത്തുള്ള അതിക്രമ കഥകളല്ല, അതിക്രമ വാർത്തകളല്ല, മറിച്ച് കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയ്ക്ക് സമീപത്താണ് സ്വന്തം അമ്മയോട് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു മകന്റെ ക്രൂരതകളുടെ കഥ അത് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സ്വന്തം മകൻ അമ്മയോട് കാണിച്ച ഈ ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത്. അമ്മയോടുള്ള വിരോധം തീർക്കാൻ മകൻ അമ്മ താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി ഗൃഹോപകരണങ്ങളും പ്രധാന രേഖകളും ഒക്കെ അടിച്ചു തകർത്തതായാണ് റിപ്പോർട്ടുകൾ. എല്ലാ കാര്യങ്ങളും, പ്രധാന രേഖകൾ എന്ന് പറയുമ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന മെഡിക്കൽ ഷീറ്റ് അടക്കം സ്വന്തം മകൻ കത്തിച്ചു കളഞ്ഞു എന്നുള്ള വേദനയിലാണ് ഇന്ന് അമ്മ കഴിയുന്നത്. തിരുവനന്തപുരം വർക്കല ചെറിയന്നൂരിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ചെറിയന്നൂർ സ്വദേശിയായ സിന്ധുവാണ് മകൻ മഹേഷിനെതിരെ വർക്കല പോലീസിൽ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടൊരു പരാതി നൽകിയിരിക്കുന്നത്. ഗൾഫിലായിരുന്ന മകൻ മഹേഷ് ഏകദേശം 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. ആദ്യ ഭാര്യയുമായി അകന്നു കഴിയുന്ന ഇയാൾ അടുത്തിടെ രണ്ടാമതായി മറ്റൊരാളെ വിവാഹം കഴിച്ചു. രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഒരു യുവതിയുമായിട്ട് സ്വന്തം വീട്ടിലെത്തുകയും യുവതിയെ ഇവിടെ താമസിപ്പിക്കണമെന്ന് അയാൾ തന്നോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ താൻ അതിന് സമ്മതിച്ചില്ല. തൻ്റെ ആ എതിർപ്പാണ് മകന് തന്നോടുള്ള വൈരാഗ്യത്തിന് കാരണമെന്നാണ് സിന്ധു പറയുന്നത്. ഇതിനിടെ മഹേഷിന്റെ ആദ്യ ഭാര്യ നൽകിയിട്ടുള്ള പരാതി, അതിന് പിന്നിൽ തനിക്കെതിരെ നിന്നത് തന്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മകൻ ഇത്തരത്തിലുള്ള ഓരോ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്നാണ് ഇപ്പോൾ ആ അമ്മ വേദനയോടെ പറയുന്നത്. തന്റെ ആദ്യ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോകാൻ കാരണം, അല്ലെങ്കിൽ തനിക്കെതിരെ പരാതി നൽകാൻ കാരണം അമ്മയാണെന്നുള്ള വൈരാഗ്യമാണ് തന്നോട് ഇത്തരത്തിൽ ആക്രമണ മനോഭാവം മകനിൽ ഉണ്ടാക്കിയതെന്ന് ദയനീയമായി പറയുകയാണ് ആ ഒരു അമ്മ. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സിന്ധു വീട്ടിലില്ലാതിരുന്ന സമയത്ത് മഹേഷ് വീട്ടിലേക്ക് അതിക്രമിച്ചെത്തുകയും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തല്ലി തകർക്കുകയും ചെയ്തു. വീടിന്റെ മതിൽ ചാടിക്കടന്നെത്തിയ പ്രതി അകത്തു കയറി ഗൃഹോപകരണങ്ങൾ അടക്കം അടിച്ചു തകർത്തു. തുടർന്ന് അലമാരയിലുണ്ടായിരുന്ന വീടിന്റെ ആധാരം, SSLC സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള നിർണായക രേഖകളെല്ലാം പുറത്തെടുത്ത് കത്തിച്ചു കളഞ്ഞതായാണ് അമ്മ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസം ശബരിമല യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ സിന്ധുവിനെ മഹേഷ് രാത്രിയിൽ വീട്ടിലെത്തി മർദ്ദിച്ചതായും പരാതിയുണ്ട്. ആക്രമണം നടന്ന സമയത്ത് മഹേഷിനൊപ്പം രണ്ടാം ഭാര്യ എന്ന് പറയുന്ന യുവതി പുറത്തുണ്ടായിരുന്നു എന്നാണ് സിന്ധു പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സംഭവത്തിൽ മഹേഷിനുമൊപ്പം ഉണ്ടായിരുന്നവർക്കുമെതിരെ വർക്കല പോലീസ് കേസെടുത്തു. വിശദമായ അന്വേഷണം പുരോഗമിച്ചു വരികയാണെന്നാണ് പോലീസ് വൃത്തങ്ങളും അറിയിക്കുന്നത്.